ഞാൻ ഈ ദിവസം യാദൃച്ഛികമായിട്ട് തിരഞ്ഞെടുത്തതല്ല, ദൈവിക നിയോഗപ്രകാരം ലഭിച്ച ഒരവസരമായിട്ട് കാണുന്നു. കാരണം 63 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജൂൺ മാസം 28-ാം തീയതി 6 മണിക്കത്രേ ഈ ദേവാലയത്തിൽ ഒരു പ്രത്യേക നിയോഗപ്രകാരം വന്നു ചേരുവാനിടയായത്. 29-ാം തീയതി ശമ്മാശ സ്ഥാനത്തേക്ക് പ്രവേശിക്കേണ്ടതിന് വേണ്ടിയുള്ള ഒരുക്ക ശുശ്രൂഷയ്ക്ക് വേണ്ടി അച്ഛനോട് ഒരു സമയവും തീയതിയും ചോദിച്ചു. ഞാൻ പല വിധത്തിൽ ആലോചിച്ചു. അതിലേത് വേണം എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നി. അതിന് പ്രകാരം വരുവാനിടയാക്കിയതാൽ ദൈവകൃപയെ ഞാൻ ഈ സമയത്ത് ഓർക്കും. 29-ാം തീയതി രാവിലെ മാത്യൂസ് അത്താനാസ്യോസ് തിരുവേനിയും അന്ന് യോഹാനൻ തിരുവേനിയും ബഹുമാനപ്പെട്ട അച്ഛന്മാരായ അലകുന്നേലച്ഛനും പാലക്കുന്ന് തച്ചനും, അദ്ദേഹം എൻ്റെ ഗോഡ് ഫാദറാണ്, തലതൊട്ടപ്പനായിരുന്നു. അതുപോലെ തന്നെ KP ഫിലിപ്പച്ചനും ഒക്കെ സന്നിഹിതരായിരുന്ന മറ്റനേക പട്ടക്കാർ സന്നിഹിതരായിരുന്ന സദസ്സിൽ വെച്ച് ഞങ്ങൾ 5 പേര് ഇവിടെ വെച്ച് ശമ്മാശന്മാരായി. അതിൽ മൂത്തയാൾ KM ഡേവിഡ് അച്ഛൻ, അദ്ദേഹം കാലേവനിക്കുള്ളിൽ മറഞ്ഞു. രണ്ടാമത്തെ പ്രായമുള്ളയാൾ റാന്നി സ്വദേശിയായിരുന്ന CA കുരുവിളച്ചനായിരുന്നു. മൂന്നാമത്തത് ഞാൻ, നാലാമത്തത് ഓതർ സ്വദേശിയായ AP ജേക്കബച്ചൻ, നാലാമത്തത് കുംബ്ലാംബിക സ്വദേശിയായിരുന്ന NI മത്തായി അച്ഛൻ. അങ്ങനെ 5 പേരിൽ 2 പേര് ദൈവസന്നിധിയിൽ മറഞ്ഞു. ഞങ്ങൾ 5 പേരിപ്പോൾ 3 പേരെ ശേഷിച്ചിരിക്കും. ആ ദൈവകൃപയും ഞാൻ ഈ സമയത്ത് അനുസ്മരിക്കും. പിന്നീട് ഞാൻ ഓർക്കുമ്പോൾ വൈദിക സെലക്ഷന് പോയപ്പോൾ എന്നോടുകൂടെ ഈ പള്ളിയിൽ മുൻപിലുള്ളതായ വരിയിൽ ഇരുന്നിരുന്ന PV ഫിലിപ്പച്ചൻ, പുല്ലാട് സ്വദേശി, അദ്ദേഹം പിന്നീട് മിഷണറിയായി കർണാടക പ്രദേശത്ത് പ്രവർത്തിച്ചു. അദ്ദേഹവും കാലേവനയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. എന്നാൽ ഇവിടെ ആ കാലത്തൊന്നും ഈ വഴിക്ക് വരണമെന്ന് എനിക്ക് വിചാരം ഉണ്ടായിരുന്ന ഒരാളല്ല. അതിന് കാരണമുണ്ട്. 1939 മുതൽ 44 ജൂൺ മാസം വരെ ഞാൻ എല്ലാ വീക്കെൻഡിലും തിരുവല്ല പൂലാത്തിൻ്റെ അരമനയിലാണ് ചെലവഴിച്ചിരുന്നത്. അതാ തീത്തൂസ് തിരുമേനയുടെ കണ്ണ് മങ്ങുകയും യാത്ര പ്രയാസവുമായിരുന്നു. അതാ സഭാ ഓഫീസ് എന്ന് പറയുന്ന 2 പേരാണ് മാനേജ് ചെയ്തിരുന്നത്. ഒരു കറിയാച്ചേട്ടനും ഇവിടെ കൊളഞ്ചിക്കൊമ്പിലെ കൊച്ചിമത്തായി എന്ന് പറയുന്നതായ മാരാമൺ സ്വദേശിയായിരുന്ന ഒരാൾ, മറ്റേയാൾ തിരുവല്ലക്കാരനായി. എന്നാൽ അവരെ കുടുംബസ്ഥരായിരുന്നു. അതിനകത്ത് തിരുമേനി ശനിയാഴ്ച ഉച്ചവരെ ഓഫീസിലെ ജോലിയൊക്കെ ചെയ്തതിന് ശേഷം അവരോട് പറയും, നിങ്ങൾ വീട്ടിൽ പൊക്കോളാൻ പറയും, തിങ്കളാഴ്ച രാവിലെ വന്നാൽ മതി എന്ന് പറയും. തന്നോടുകൂടെ ജോലി ചെയ്തവരോടുള്ള കരുതൽ, എൻ്റെ ബാലപാഠം ഞാൻ അവിടെയാണ് പഠിച്ചത്. എന്നാൽ ആ കാലയളവിൽ ഞാനിവിടെ ലഭ്യത പ്രൈമറി സ്കൂളിലെ
വിദ്യാഭ്യാസം കഴിഞ്ഞ മിഡിൽ സ്കൂളിൽ പ്രിപ്പറേറ്ററി ക്ലാസ്സിൽ വന്ന് ചേർത്തതാണ്. അതുകൊണ്ട് എന്നോട് ആവശ്യപ്പെട്ടു വെള്ളിയാഴ്ച വൈകിട്ടത്തെ ക്ലാസ് കഴിഞ്ഞ് തിങ്കളാഴ്ചത്തേക്കുള്ള പുസ്തകവും എടുത്തുകൊണ്ട് തിരുവല്ലയിലെത്തണം. അന്ന് KCMS എന്ന് പറയുന്ന ഒരു ബസ് സർവീസ് ഉണ്ടായിരുന്നു. അതിലെനിക്ക് യാത്ര ചെയ്യുന്നതിന് ഫ്രീ ടിക്കറ്റായിരുന്നു. അതുകൊണ്ട് സഭയ്ക്കും എനിക്കും ചിലവില്ലായിരുന്നു തിരുവല്ലയ്ക്ക് പോകുന്നത്. കാരണം ആ കമ്പനിയിൽ ഒരു ഷെയർ ഉണ്ടായിരുന്നു. ആ ഷെയറുള്ള കുടുംബാംഗങ്ങൾക്കൊന്നും ടിക്കറ്റിന് ആവശ്യമില്ല, അല്ലാതെ ഓസിന് ലഭിച്ചതല്ല. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ തിരുവേദിയുടെ ഏകാന്തവാസം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ കൂട്ടുണ്ടായിരുന്നത് ഒരു പൂച്ചയും ഒരു പട്ടിയും. പ്രായം ചെന്ന ഈ തോട്ടപ്പുഴശ്ശേരിക്കാരൻ്റെ ഒരു വർഗീസ് ചേട്ടനും ഉണ്ടായിരുന്നു, അല്ലാതെ ആരുമില്ല. സമീപത്തുള്ള 2 വീട്ടിലെ 2 ചെറുപ്പക്കാർ കുട്ടി സമപ്രായക്കാർ കൂട്ടിന് വരുമായിരുന്നു. അങ്ങനെ 4 വർഷം അവിടെ താമസിച്ചപ്പോൾ സഭയിലൊരു വൈദികൻ അനുഭവിക്കുന്ന വേദനകൾ എന്താണെന്ന് ഞാൻ കണ്ടു മനസ്സിലാക്കിയത്. പ്രതിസന്ധികളെന്ത്, കല്യാണത്തിന് വരുമ്പോൾ വെള്ളയും കരിപ്പിടവും ഇട്ട് അച്ഛന്മാരെ ഇരുത്തുമേലും പിന്നെ അതിന് ശേഷം അവരെ നടത്തുന്ന വഴികളിൽ ഏതെല്ലാമാണെന്നുള്ളതും എനിക്ക് അന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വഴിയെക്കുറിച്ച് ഒരു ചിന്തയുമില്ലായിരുന്നു. എങ്കിലും 1944 ഞാൻ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് ഇന്നും ഞാൻ ഓർക്കുന്നു. എബ്രഹാം മാർത്തോമ്മ കോഴഞ്ചേരി പള്ളിയിൽ വെച്ച് മെത്രാപ്പൊലീത്തായിട്ട് ഇൻസ്റ്റലേഷൻ നടന്നു. തിരുമേനി ജൂലൈയിലാണ് കാലം ചെയ്യുന്നത്. യോഹന്നാൻ തിരുമേനി തീത്തോസ് തിരുമേനി. അത് കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ അന്ന് ഇതേപോലെ വലിയ സഭാ കൗൺസിലൊന്നും അല്ല, ഏതാനും 10-12 പേരെ ഉള്ളൂ അന്നത്തെ കൗൺസിൽ. അവർ തിരുമേനി കൂടെ കടന്നു വന്ന് മാലക്കുന്നത്ത് ആ ഡൈനിങ് ഹാളിലാണ് അന്ന് സഭാ കൗൺസിൽ നടന്നതും ഭക്ഷണം കഴിച്ചത്. ഞാനും ആ സമയത്ത് ആ മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു. അത്ര പൊരുത്തായിട്ട് വന്നതാൾ എബ്രഹാം മാർത്തോമ്മ എന്നെ വിളിച്ചു, അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു. അറിയാൻ പാടില്ലാഞ്ഞിട്ടുള്ള സംഭാഷണം ആരംഭിക്കാൻ ഒരു വിഷയം വേണം. എബ്രഹാം മാർത്തോമ്മ എൻ്റെ അടുത്ത് ചർച്ചയിൽപ്പെട്ട ആളാണ്. എൻ്റെ പിതാവിൻ്റെ സെക്കൻഡ് കസിനാണ് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വകയിലുള്ള ചാർച്ചയിൽ. 4 പത്രാച്ചന്മാർ മാത്രമല്ല എൻ്റെ പൈതൃകമായിട്ട് ഞാൻ കാണുന്നത്, വേറെ 3 പേരെ കൂടെ ഞാൻ കാണുന്നുണ്ട്. യോഹന്നാൻ തിരുമേനിയുടെ പിതാമഹൻ്റെ മാതാവ് വലിയ മാത്യൂസ് അത്താനാസ് തിരുമേനിയുടെ ഒരു പെങ്ങളായിരുന്നു. തീത്തോസ് തിരുമേനിയുടെ പെങ്ങളായിരുന്നു മാത്യൂസ് തിരുമേനിയുടെ മാതാവ്. അങ്ങനെ ഒരു വിധത്തിൽ 4 പേരുടെ പേര് പിതൃ ചാർച്ചയിൽ പറയുന്നത് വരെയിലും അവരുടെ മാതൃവഴിയിൽ വേറെ 3 മെത്രാച്ചന്മാരുടെയും പൈതൃകം എനിക്കുണ്ട്. അങ്ങനെ 4, 3, 7, 8ാമനായിട്ടാണ് ഞാൻ ഈ മാർത്തോമാ സഭയിൽ ഈ ചുമതലയിലേക്ക് വന്നത്. എങ്കിലും പഠനകാലത്ത് എൻ്റെ മനസ്സിൽ ലഭിച്ചതായിട്ടുള്ള ഈ ഒരു ഇംപ്രഷൻ, സഭയിലൊരു വൈദികനാകാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. എങ്കിലും മിഡിൽ സ്കൂളിലെ പഠനം കഴിഞ്ഞ് കോഴഞ്ചേരിയിൽ പോയി, ഹൈസ്കൂൾ പഠനം കഴിഞ്ഞ്
ഞാൻ ആലുവ കോളേജിൽ പോയി പഠിച്ചു. ആലുവ കോളേജിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ അന്നും തീരുമാനമെടുത്തിട്ടില്ല. ഒരു വ്യാഴാഴ്ച വൈകിട്ടാണ് കോളേജിലെ എക്സാമിനേഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ മുമ്പിൽ 1954 2 ചോയ്സാണ് ഉണ്ടായിരുന്നത്. കുവൈറ്റിൽ ബ്രിട്ടീഷ് ബാങ്കിലൊരു ജോലിയും വീസായി. അതുപോലെ തന്നെ മാർത്തോമാ സഭാ സെക്രട്ടറിയുടെ ഒരു എഴുത്ത്, അല്ല ഒരു നിർദ്ദേശം, ഞാൻ എഴുതിയ എഴുത്തിനൊന്നും മറുപടി പോലുമല്ല, അത് ഒരു നിർദ്ദേശം. മറ്റന്നാൾ ശനിയാഴ്ച വൈദിക സെലക്ഷൻ ഉണ്ട്, അവിടെ വന്ന് ഹാജരാകണം. ക്ഷണമല്ല, ഒരു കൽപ്പന പോലെ. ആ സമയത്ത് 100ാമത്തെ വയസ്സിൽ ഒരു സ്ട്രോക്കായിട്ട് രോഗാവസ്ഥയിൽ കിടക്കുന്ന പിതാവിനെ ഞാൻ കോളേജിൽ നിന്ന് വന്ന് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, സഭാ സെക്രട്ടറി അച്ഛൻ എഴുതിയ എഴുത്ത് കണ്ടോ എന്ന് ചോദിച്ചു. ഒരു പോസ്റ്റ് കാർഡാണ്. ഞാൻ പറഞ്ഞു കണ്ടു. വരുംവരാഴികളൊക്കെ അറിഞ്ഞുകൊണ്ട് പോയാൽ സന്തോഷം, അല്ലാതെ പോകണമെന്ന് ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞു. പോയാലും സന്തോഷം, പോയില്ലെങ്കിലും സന്തോഷം. അദ്ദേഹത്തിൻ്റെയും ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഈ പള്ളി പണിയിച്ചതായുള്ള സമയത്തുണ്ടായിരുന്ന ഈ ട്രെയിനിങ് സ്കൂളിൻ്റെ പണി പൂർത്തിയാകാതെ കിടന്നപ്പോൾ അത് പൂർത്തിയാക്കുന്നതിന് അനുഭവിച്ചതായുള്ള പ്രയാസം ആലക്കുളത്തെ അച്ഛൻ ചെയ്തപ്പോൾ അച്ഛനെ സഹായിച്ചത് ഓർക്കും. അതുകൊണ്ട് നല്ലതുപോലെ ആ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിട്ടുണ്ട്. പോയാലും സന്തോഷം, പോയില്ലെങ്കിലും സന്തോഷം. അങ്ങനെ വീട്ടിൽ നിന്നുള്ളൊരു പ്രേരണ ലഭിച്ച് ഞാൻ വൈദിക സെലക്ഷന് പോയതല്ല. പക്ഷേ എൻ്റെ മനസ്സിൽ എബ്രഹാം മാർത്തോമായുടെ വാക്ക് ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, പഠനമൊക്കെ കഴിഞ്ഞ ജീവിതത്തിൽ ഒരു വഴിത്തിരി വരുമ്പോൾ ദൈവത്തോട് ആലോചിച്ചിട്ട് മാത്രമേ പോകാവൂ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളൊരു പ്രതിസന്ധിയിലാണ് ഞാൻ വൈദിക സെലക്ഷൻ കമ്മിറ്റിക്ക് പോയത്. ഞാൻ അവിടെ ചെന്നപ്പോൾ ആദ്യമേ കണ്ടത് PV ഫിലിപ്പ് അച്ഛനെയാണ്. അച്ഛൻ ഒരു സ്ഥാനാർത്ഥി, ഒരു കാൻഡിഡേറ്റായിട്ട് അവിടെ ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ഈ മുൻവശത്തിരിക്കും. സ്തോത്രകാഴ്ച എടുക്കുന്നതിന് ഒരു പാത്രം ഉണ്ടായിരുന്നു, 2 ക്യാൻ. അതെടുത്തുകൊണ്ട് ഈ മുമ്പിൽ കുറേ ഭാഗത്ത് സ്തോത്രകാഴ്ച എടുക്കുന്നത് ഞങ്ങൾ 2 പേരും കൂടെ ആയിരുന്നു. അങ്ങനെയുള്ളൊരു സേവനമേ ഞാൻ ഈ ഇടവകെ ചെയ്തിട്ടുള്ളൂ. അച്ഛനുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ കാണുന്നു MV എബ്രഹാം എന്ന് പറയുന്നതായ കൊല്ലത്ത് ഇടവകയിൽപ്പെട്ട ഒരച്ഛനുണ്ടായിരുന്നു. വേറെ കുറേ അച്ഛന്മാരും ഉണ്ടായിരുന്നു. ഏതായാലും ഞാനവിടെ ചെന്നു. ഞങ്ങളെ വിളിച്ചു, ഓരോരുത്തർ കയറി ഇറങ്ങി. ഞാൻ ചെന്നപ്പോൾ എന്നോട് ആദ്യത്തെ ചോദ്യം, ഏത് കോളേജിലാണ് പഠിച്ചത്? ആ ഇരിക്കുന്നവർക്കെല്ലാം എന്നെ അറിയാം. കാരണം ഞാൻ ഈ 4 വർഷം തിരുമേനിയുടെ ശുശ്രൂഷയ്ക്കായിട്ട് പോലാത്തിന് നിന്നുകൊണ്ട് ഈ എല്ലാവർക്കും അറിയാം. എങ്കിലും സംഭാഷണത്തിന് വേണ്ടി ചോദിച്ചു. ഞാൻ പറഞ്ഞു ആലുവ കോളേജിലാണെന്ന് പറഞ്ഞു. ഉടനെ ദാനിയേൽ സാർ പറഞ്ഞു, അദ്ദേഹമായിരുന്നു. അതെ, അപ്പം മത്തായിച്ചനും പിന്നെ ഇട്ടിയരായിക്കും അറിയാമല്ലോ ആളിനെ. അവർ 2 പേരും എൻ്റെ കോളേജ് പ്രിൻസിപ്പൽസായിരുന്നു ആലുവയിൽ. അത് കഴിഞ്ഞപ്പോൾ ദാനിയേൽ സാർ എന്നോട് ചോദിച്ചു, ഈ വർഷം ജയിക്കുമെന്ന് നല്ല നിശ്ചയമുണ്ടോ? അന്ന് ഈ തർക്കുത്തരം പറയുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. ഞാൻ പറഞ്ഞു, പരീക്ഷ എഴുതി കഴിഞ്ഞാൽ റിസൾട്ട് അറിയുന്നിടം വരെ എല്ലാവരും പറയുന്നത് ജയിക്കുമെന്നേ പറയത്തുള്ളൂ, തോക്കുമെന്ന് ഒരു മനുഷ്യനും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ലെന്ന്. അത് കഴിഞ്ഞപ്പോൾ ഭക്തനായ ഒരാൾ, എനിക്ക് അദ്ദേഹത്തെ വളരെ ബഹുമാനമാണ്,
സഭയിലെ ഏതെങ്കിലും പ്രത്യേക സ്ഥാനം മുമ്പിൽ കണ്ടുകൊണ്ടാണോ വൈദിക സെമിനാരിൽ പോകാമെന്ന് തീരുമാനിച്ചതെന്ന് ചോദിച്ചു. അതെനിക്ക് എൻ്റെ പശ്ചാത്തലത്തിൽ എനിക്കൊരു ഇൻസൾട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ പോകാമെന്ന് തീരുമാനിച്ചിട്ടില്ല. വൈദിക സെമിനാരിയിൽ പോകാൻ താല്പര്യമുണ്ടെന്ന് ഇവരെ പോലെ ഞാൻ എഴുതി സഭാംഗത്തെ അറിയിച്ചിട്ടില്ല. ഓരോരുത്തരും അച്ഛന്മാരൊക്കെ ഇവരൊക്കെ എല്ലാവരും എഴുതിയവരാ, ഞാൻ എഴുതിയിട്ടില്ല. എൻ്റെ പേര് ആരെങ്കിലും സജസ്റ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തുമില്ല. പിന്നെ കെ ഉമ്മനച്ചന് ദേവദാനി സാറിൻ്റെ സഹോദരൻ എന്നെ അറിയാവുന്നതുകൊണ്ട് എന്നെ വിളിച്ചതേ ഉള്ളൂ. ഞാൻ അത് 4 വർഷം തിരുമേനിയെ പരിചരിച്ചതിനെ കുറിച്ചുള്ള അറിവിലായിരിക്കും അദ്ദേഹം വിളിച്ചത്. ഞാൻ പറഞ്ഞു, ഇപ്പോഴും പോകാമെന്ന് തീരുമാനിച്ചിട്ടില്ല, പോകണമെന്നുള്ള താല്പര്യത്തോടെയല്ല വന്നതെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, എനിക്കൊരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു. അതാ ഞാൻ പറഞ്ഞു, തർക്കോത്തരം. നിങ്ങളൊക്കെ സഭാവസേവനത്തിന് ഇറങ്ങിയപ്പോൾ നേരത്തെ ഓരോ കസേര കണ്ടുകൊണ്ടാണ് ഇറങ്ങിയതെന്ന് ചോദിച്ചു. കനവള്ളി അച്ഛനായിരുന്നു പ്രിസൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അച്ഛനും എന്നെ അറിയാം, അച്ഛൻ ഇവിടുത്തെ വികാരിയായിരുന്നു എൻ്റെ ബാബൂസ വെക്കുന്ന കാലം തൊട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, എളുപ്പം പൊക്കൂ എന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങിക്ക് പോരുകയും ചെയ്തു. അതാണ് എൻ്റെ വൈദിക സെലക്ഷൻ കമ്മിറ്റിയുടെ ഇൻ്റർവ്യൂ. പക്ഷേ പിറ്റേ ദിവസം എൻ്റെ മനസ്സിലൊരു തിരിവ് വരാൻ കാരണം കെ എൻ ഉമ്മനച്ചൻ ദീർഘമായ ഒരു കത്ത് എനിക്ക് എഴുതി. വൈദിക സെലക്ഷൻ കമ്മിറ്റിയിലെ ആ ചോദ്യം മനപ്രയാസം ഉളവാക്കി അത് മനസ്സിലാക്കുന്നതിന് വൈദിക സെലക്ഷൻ കമ്മിറ്റിയുടെ പേരിൽ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അതെന്നെ രണ്ടാമത് ചിന്തിപ്പിച്ചു. ബ്രഹ്മാർത്ഥമ്മയുടെ വാക്കിനോട് ചേർത്ത്. എങ്കിലും മനസ്സിന് ഉറപ്പ് വന്നില്ല. അങ്ങനെ ഇരിക്കെ ഇവിടുത്തെ വികാരിയായിരുന്ന കെ പി ഫിലിപ്പച്ചൻ വന്നതിനോട് പറഞ്ഞു, അങ്ങനെയൊക്കെ തീരുമാനം കട്ടയം എടുക്കണ്ട, തിയോളജി ഒന്ന് പഠിച്ചിട്ട് പിന്നെ ഒരു 3 വർഷം കഴിഞ്ഞിട്ട് തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അച്ഛനോടൊക്കെ പറഞ്ഞു, ഒരു ദുർബല നിമിഷത്തിൽ ആകട്ടെന്ന് പറഞ്ഞു. ഞാൻ ബാംഗ്ലൂരിലൊരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റുഡൻ്റായിട്ട് പോയി. അതായത് സ്പോൺസർ സ്റ്റുഡൻ്റ് അല്ലാതെ ഞാൻ പോയിന്ന് ഈ അച്ഛൻ പറയാൻ കാരണം, അവിടെയാണെങ്കിൽ വൈദിക സെമിനാരിയിൽ 1 മാസം അന്നത്തെ കാലം CSIക്കാരാണെങ്കിൽ 50 രൂപയേ ഉള്ളൂ. നോൺ CSI ആണെന്ന് വരികയിൽ മാർത്തമ്മക്കാരാണെങ്കിൽ 200 രൂപ മാസം ഫീസ് കൊടുക്കണമായിരുന്നു. അങ്ങനെ ഫീസ് കൊടുത്താൽ ഞാൻ പഠിച്ചത്. സഭയുടെ സ്കോളർഷിപ്പ് ഇല്ല. കാരണം സ്കളറിൻ്റെ സ്കോളർഷിപ്പ് എനിക്ക് ജബൽപൂരിലേക്ക് തന്നു, അഡ്മിഷനും അടുത്തു. ഞാനത് സ്വീകരിച്ചില്ല. ബാംഗ്ലൂരിൽ പോയി സ്വതന്ത്രമായിട്ടൊരു തീരുമാനമെടുക്കണം. ഈ വേദശാസ്ത്രം എന്തോ വന്നുകൊണ്ട് ഇവിടെ സ്തോത്രകാഴ്ച പിരിച്ചത് മാത്രമല്ലല്ലോ, പള്ളിയിൽ ഞാൻ കണ്ടിട്ടുമുണ്ടല്ലോ കുറേയൊക്കെ. അന്നത്തെ കാലത്ത് ഓരോ ഇടവസംഘവും ഈ പള്ളി വെച്ച് നടന്നിട്ടില്ല, പള്ളിക്കുടുത്തി വെച്ച് നടക്കത്തുള്ളായിരുന്നു. പള്ളിക്കകത്ത് വെച്ചാൽ നടത്തത്തക്ക അന്തരീക്ഷമല്ല മിക്കവാറും ഇടവസംഘത്തിനുള്ളത്. അതുകൊണ്ട് പള്ളിക്കുടുത്തി വെച്ചാൽ നടത്തുകൊണ്ടിരുന്നു. ഇപ്പോഴെവിടെ അതെനിക്കറിയാൻ പാടില്ല. ഞാനിവിടുത്തെ ഒരൊറ്റ ഇടവസംഘത്തിൽ പോലും എൻ്റെ ആയുസ്സിൽ അച്ഛനായതിനു ശേഷം അലക്സാണ്ടർ തിരുമേനി 2 ഇടവസംഘം നടത്താൻ എന്നെ ഇങ്ങോട്ട് അയച്ചപ്പം വന്നിട്ടേ ഉള്ളൂ. അതും പള്ളിക്കൂടത്തിലാണ് കൂടിയത്. ഏതായാലും അങ്ങനെയുള്ള അനുഭവത്തിൽ കൂടെ കടന്നു വന്നു. 3 വർഷം അവിടെ പോയി. അത് പ്രത്യേകിച്ച് എനിക്ക് വളരെ ചിന്തിപ്പിച്ച ഒരു കാലഘട്ടമായിരുന്നു. ഞാൻ ബാംഗ്ലൂരിന് പോകേണ്ടതായുള്ള ദിവസം തലേദിവസം വൈകിട്ട് എൻ്റെ പിതാമകനെ കാണാനായിട്ട് യോഹന്നാൻ തിരുമേനി വീട്ടിൽ വന്നു. എന്നോട് ചോദിച്ചാൽ എന്നാ ബാംഗ്ലൂരിന് പോകുന്നത്? ഞാൻ പറഞ്ഞു നാളെ രാവിലെ. എന്നാലൊരു കാര്യം ചെയ്യും, എളുപ്പം പെട്ടിയൊക്കെ എടുത്ത് വെച്ചു. എൻ്റെ കൂടെ വന്ന് തിരുവല്ല താമസിച്ചിട്ട് രാവിലെ കോട്ടയത്ത് സ്വരാജ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ചെന്നിട്ട് ആലുവായി ചെന്നിട്ട് ട്രെയിനിൽ പോയിക്കോളാൻ പോയി.
ഞാൻ അനുസരിച്ചു. തിരുവല്ലയിൽ പോയി പൂലാത്തലിലെ പ്രാർത്ഥനാമുറി കിടന്ന് രാത്രി ഉറങ്ങി. രാവിലെ എന്നെ ദാനിയേലിയേട്ടൻ സ്വരാജ് ബസ് സ്റ്റാൻഡിൽ ഇറക്കി. ഞാൻ അവിടുന്ന് ആലുവയിൽ ചെന്നിട്ട് ബാംഗ്ലൂരിന് പോയി. അന്നേരവും റിസൾട്ട് അറിഞ്ഞിട്ടില്ല. ബംഗാരപ്പട്ടിൽ ചെന്നപ്പോൾ അവിടെ വെച്ചൊരു പത്രത്തിൽ കണ്ടു കേരള യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട്, BEd. അതിൽ പാസ്സായതായിട്ട് അവിടെ വെച്ചാൽ ഞാൻ അറിഞ്ഞു. ബംഗാരപ്പട്ട റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാൽ. അതുകൊണ്ട് പാസ്സായതെന്നുള്ള ഉറപ്പോടുകൂടി ഞാൻ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി പ്രവേശിച്ചു. 3 വർഷം അവിടെ പഠിച്ചു. പ്രഗത്ഭരായ അധ്യാപകരെ പരിചയപ്പെടുന്നതിന് എനിക്കിടയായി. അത് വലിയൊരു ഭാഗ്യമായിരുന്നു. അത് നിർണായകമായ തീരുമാനമെടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ 12 പേര് BD കോഴ്സ് കഴിഞ്ഞവരുണ്ട്, BDയും LTH ഒക്കെ കഴിഞ്ഞവരുണ്ട്. ഞങ്ങൾ 2 പേര് BD അന്ന് 2nd ക്ലാസ്സിൽ പാസ്സായവരുള്ളൂ. MBA പ്രാപിച്ചിട്ടും ഞാനും. മറ്റുള്ളവർ ഇപ്പോഴും പാസ്സായിട്ടുണ്ടോ അതോ ഇനി പേപ്പേഴ്സൊക്കെ എഴുതാൻ സ്വർഗത്തിലിരുന്ന് പഠിക്കുക, അതൊന്നും നല്ല നിശ്ചയം എനിക്കില്ല. ഏതായാലും ഞാൻ ഗ്രാമീണ ഇടവകളിലേക്ക് പോകാൻ തീരുമാനിച്ചു. MBA പ്രാപിച്ച വേദശാസ്ത്ര വൈദിക വിദ്യാഭ്യാസ മേഖലയിൽ പോകാനും തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ 2 വഴിക്ക് തിരിച്ചു. അതാണ് കളമ്പാല മുതൽ പമ്പാവാലി വരെയും ഉള്ള 9 ഇടവകളുടെ ചുമതലയിലാണ് ആദ്യമേ ഞാൻ നിയമിതരായത്. 2 വലിയ ഇടവകളും 7 ചെറിയ ഇടവകളും. അങ്ങനെ അവിടെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് സുവിശേഷ പ്രസംഗ സംഘത്തിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായത്. ട്രാവൽ സെക്രട്ടറിയായിട്ട് ഇന്നത്തെ കാലത്ത് ശുപാർശയും കൊണ്ട് അത് ഓട്ടം. അന്നത്തെ കാലത്ത് പറഞ്ഞാൽ ആരും അത് സ്വീകരിക്കുകയില്ല. 1959 സഭയിൽ സംഘർഷമായ 60 ഇവാഞ്ചലിക്കൽ സഭയുണ്ടാകും. 2 പ്രിൻസിപ്പാളന്മാരുണ്ട്. ഒരിക്കൽ റാന്നിയിൽ വലിയ മഴയുള്ള ഒരു സമയത്ത് കയറി വന്നു. എന്നോട് പറഞ്ഞു ട്രാവൽ സെക്രട്ടറി ആയിട്ടുള്ള ആപ്ലിക്കേഷനിൽ ഒപ്പുവെച്ച് തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു തിരുമേണ്ട അനുവാദം കൂടാതെ ഞാനങ്ങനെ ഒപ്പുവയ്ക്കും. എന്നോട് പറഞ്ഞു ആരും അച്ഛന്മാർ സമ്മതിക്കുന്നില്ല, എല്ലാവർക്കും അത് പ്രയാസം. കാരണം പണപ്പിരിവ് വീടുകളിൽ ചെല്ലുമ്പോഴേ ഉള്ള അനുഭവം കൊണ്ടാണ് ആരും പോകാനായിട്ട് സമ്മതിക്കാതിരുന്നത്. അതുകൊണ്ട് യു ഹാവ് ടു സൈൻ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നാളെ രാവിലെ എന്താ തിരുവല്ലായി വന്ന് തിരുമേനോട് ചോദിച്ചിട്ട് തിരുമേന് വേണ്ടാന്ന് പറഞ്ഞാൽ വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചുകൊണ്ട് പോയി. അങ്ങനെയാണ് സുവിശേഷ സംഘത്തിൽ ട്രാവലിംഗ് സെക്രട്ടറി ആയത്. ഞാനൊരു സ്ഥാനം കാരണം അത് ചോദിക്കാൻ കാരണം ഏതെങ്കിലും കസേര നേരത്തെ നോക്കിക്കൊണ്ടാണോ പോകാൻ തീരുമാനിച്ചതെന്ന് ഉള്ള ചോദ്യമാണ് എന്നെ എസിറ്റേറ്റ് ചെയ്തത്. അത് കഴിഞ്ഞു. ഞാൻ ദീർഘമായിട്ട് പറയുന്നില്ല, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാവം വിടുകയാണ്. സുവിശേഷ സംഘത്തിൻ്റെ എല്ലാ അച്ഛന്മാർക്കും ലഭിക്കുന്നതിൽ 20% കുറച്ച് ശമ്പളവും കട്ട് ചെയ്തിട്ടാണ്. കാരണം സംഘത്തിന് ശമ്പളം കൊടുക്കാൻ നിർവാഹമില്ല. ഒരു ദിവസം ട്രാവലിംഗ് അലവൻസ് 1 രൂപയായിരുന്നു. ബസ്സിൽ എവിടെ പോയാലും ബാക്കിയുള്ളതെല്ലാം കയ്യിൽ നിന്ന് എടുത്തോണ്ട് 80 രൂപയിൽ 20 രൂപ കട്ട് ചെയ്ത് 20% കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളതാണ് ശമ്പളവും കിട്ടിക്കൊണ്ട്. ഇന്നും അതുപോലെയാണ്. കോവിഡ് വന്നതിൻ്റെ ഫലമായിട്ട് അരവന ചെലവിൽ 25% കട്ട് ചെയ്തിട്ട് ബാക്കിയേ കിട്ടുന്നുള്ളൂ. അരവന ചെലവ് ഞങ്ങൾക്ക് 9 പേര് അരവന ജോലിക്കാരുണ്ട്. 9 പേർക്ക് ചിലവിന് ഉള്ള അരവന ചെലവിൻ്റെ 25% കട്ട് ചെയ്തിട്ട് ബാക്കിയേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിനകത്തൊക്കെ സന്തോഷമേ ഉള്ളൂ, അല്ലാതൊന്നുമില്ല. എന്നാൽ 4 വർഷം കൊണ്ട് സംഘത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി
നിലവാരത്തിലാക്കി. ഞാൻ ഇറങ്ങുമ്പോൾ 1 മാസത്തെ ശമ്പളം ഉപദേശിമാർക്ക് ഇനാമായിട്ട് കൊടുത്തു. കാരണം അവരത് 3 വർഷം ഈ ശമ്പളം കട്ട് ചെയ്തിട്ടാണല്ലോ വർക്ക് ചെയ്തതെന്ന് ഓർത്ത്. അങ്ങനെ സന്തോഷത്തോടെ ഞാൻ അവിടുത്തെ പിരിഞ്ഞു. അപ്പോൾ എന്നെ സിനഡ് തീരുമാനിച്ചു ഡൽഹിയിലേക്ക് വിടാൻ. ഡൽഹിയിലെ ഇടവകയിലേക്ക് നിയമിച്ചു. പക്ഷെങ്കിൽ ആ വർഷം പുലരിയാട്ടി വെച്ചായിരുന്നു സുവിശേഷ സംഘത്തിൻ്റെ വാർഷികം നടത്തുന്നത്. അതിന് വലിയ തിരുമേനി വന്നതിന് ശേഷം, യോഹന്നാൻ തിരുമേനി വന്നതിന് ശേഷം ഒരു കുറിപ്പ് കൊടുത്തയച്ചു, ഡൽഹിക്ക് പോകേണ്ട, കോഴിക്കോട്ട് ഒരു പ്രശ്നമുണ്ട്. 3 മാസത്തിനിടയിൽ 3 അച്ഛന്മാരെ നിയമിക്കുകയും സ്ഥലം മാറ്റുകയും ചെയ്യേണ്ട ഒരു സ്ഥിതിയുണ്ട്. അതാ 4-മനായിട്ട് അവിടോട്ട് പോകാൻ പറഞ്ഞു. ഇന്ന് വരെ എനിക്ക് തോന്നുന്നില്ല ഡൽഹിയിലെ കൽപ്പന ക്യാൻസൽ ചെയ്തു. പിന്നെ കോഴിക്കോട്ടേക്ക് ഒരു പുതിയ കൽപ്പന എനിക്ക് കിട്ടിയുമില്ല. എന്തായാലും ഞാൻ ആ കുറിപ്പനുസരിച്ച് കോഴിക്കോട്ട് ചെന്ന 1.5 വർഷം കഴിഞ്ഞപ്പോൾ എന്നോട് അപ്പോഴത്തേക്ക് 7-ാം വർഷമായി ഉപരിപഠനത്തിന് പോകാനായിട്ട് ഒരു കടലാസ് എനിക്ക് അയച്ചു അപേക്ഷയ്ക്ക്. അത് കിട്ടി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും തിരുവല്ലായി നൂറുകെഴുത്ത്, ഈ വർഷം പോകണ്ട, വേറെ 2 പേർക്ക് പോകണമെന്ന് താല്പര്യമുണ്ട്, അതുകൊണ്ട് അവർ പോകട്ടെ. എനിക്കതിനകത്ത് ഒരു മനപ്രയാസവുമില്ല. ഞാൻ ഓരോ കസേറ നേരത്തെ കണ്ടുകൊണ്ടൊന്നുമല്ലല്ലോ ഇറങ്ങിയിരിക്കും. അതിലൊന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എം വി അബ്രഹാമച്ചനാണ്. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. എന്നാൽ ഒന്ന് എന്നെക്കാൾ ജൂനിയറായിരിക്കുന്ന വേറെ ഒരു അച്ഛനായിരുന്നു. ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട്, എങ്കിലും അതിനെക്കുറിച്ച് ഞാൻ ഒന്നിനും പടുത്തുപോയി മറ്റൊരു വിധത്തിൽ ചിന്തിക്കാൻ പോയില്ല. പിറ്റേ വർഷം എനിക്കൊരു അവസരം തന്നു, ഞാൻ പോവുകയും ചെയ്തു. അവിടെ ചെന്ന് ഇതുകൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗത്ത് വരുമ്പോൾ ഈ പഠനത്തിൻ്റെ കാലഘട്ടം ഞാനവിടെ ചെന്നപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രി എടുത്തേച്ച് പോകണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. അതിനു മുമ്പ് പോയവരെല്ലാം സ്ഥലം കണ്ടിച്ച് അല്പം മിച്ചമുണ്ടാക്കിക്കൊണ്ട് ഇവിടെ പോകുന്നതേ ഉള്ളൂ. പലയിടത്തുമൊക്കെ പോയി എല്ലാവരെയും ഒക്കെ കണ്ട് ഞാൻ പഠനത്തിൽ തന്നെ കേന്ദ്രീകരിച്ചു. പഠനം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വാഷിങ്ടൻ്റെ അടുത്തുള്ള സ്ഥലത്താണേലും വാഷിങ്ടൺ തന്നെ കാണാൻ പോയത്. അതിനിടയ്ക്ക് എനിക്ക് മാത്യൂസ് ത്രിവേണി, സി വി ജോണച്ചൻ, വി എം മാത്തനച്ചൻ, അതുപോലെ മറ്റച്ഛന്മാർ പലരും എഴുതി ഒരു STM മാത്രം എടുത്താൽ പോരാ, ഒരു മാസ്റ്റേഴ്സ് ബിരുദം കൂടി എടുത്തേച്ച് പോകണം. അപ്പോൾ KK ജോർജൻ പഠിച്ചതായ ചിക്കാഗോയിലെ ലൂതറൻ സെമിനാരിയിൽ അഡ്മിഷൻ തന്നു. അന്നത്തെ കാലത്ത് $10,000 സ്കോളർഷിപ്പ് തന്നു. ഞാനത് സ്വീകരിക്കട്ടെ എന്ന് ചോദിച്ച് ഇവിടോട്ട് എഴുതിയപ്പോൾ എനിക്കുള്ള മറുപടി, ഇറ്റ് ഈസ് എ ഡിസയർ ഓഫ് ദ നാച്ചുറൽ മാൻ ടു അക്വയർ മോർ ഡിഗ്രീസ് and not that of the spiritual man. ഒരൊറ്റ അച്ഛന്മാർക്ക് പോലും പഠനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇങ്ങനെയൊരു മറുപടി മാർത്തോമാ സമയത്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. അപ്പോഴെനിക്ക് തോന്നി ആദ്യത്തെ ചോദ്യത്തിൻ്റെ വാലം ഇപ്പോഴും കിടക്കുന്നുണ്ടോ. ഞാനൊരു കസേര കാക്ഷിച്ചുകൊണ്ടല്ല ഡിഗ്രിക്ക് പഠിക്കാമെന്ന് വിചാരിച്ച്. കേരളത്തിലിരിക്കുന്ന കസേരയെ കിട്ടത്തുള്ളൂ അത് ഞാൻ പഠിക്കാൻ പോയാലും. ഏതായാലും ഞാൻ തീരുമാനിച്ചു വേണ്ട, സ്വീകരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ഞാൻ ആ സ്കോളർഷിപ്പ് നിരസിച്ചു. അങ്ങനെ 2 സ്കോളർഷിപ്പ് അഡ്മിഷനും നിരസിച്ചു എൻ്റെ പഠന കാലഘട്ടത്തിൽ. ഒന്ന് ജബൽപൂരിലേത്, ഒന്ന് ഷിക്കാഗോയിൽ. അത് കഴിഞ്ഞ് പോരാനായിട്ട് അവധിക്കാലമായി. ഇപ്പോൾ എനിക്ക് ഒരു എഴുത്ത് രണ്ടാമത് എന്നെ വലിയ പ്രതിസന്ധിയിലാക്കി. എനിക്ക് സെപ്റ്റംബർ 2-ാം തീയതി അമേരിക്കയിലെ വിസ കഴിഞ്ഞ് അവിടുന്ന് നാട് വിടണം. എനിക്ക് തന്നിരിക്കുന്ന നിയോഗം ഇംഗ്ലണ്ടിൽ ഒക്ടോബർ 17-ാം തീയതി 1.5 മാസം കഴിയുമ്പോൾ ഒരു അഡ്മിഷനുണ്ട്.
ഓക്സ്ഫോർഡിൽ ഒരു ടേം അവിടെ ചിലവഴിച്ച് പോരാൻ. എനിക്കൊരു വർഷവും പോകും. ഈ 1.5 മാസത്തെ ചിലവിന് ഞാനിവിടെ പോകുന്നു. പഠിക്കുന്ന കാലത്ത് $25 മാത്രമേ കൈച്ചെലവിന് കോളേജിൽ നിന്ന് സ്കോളർഷിപ്പ് കിട്ടത്തുള്ളായിരുന്നു. ദിവസം $1 ചിലവാക്കാനായിട്ടില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന് $1 മതി. 3 നേരത്തെ ഭക്ഷണത്തിനൊന്നും ഇല്ല ആ $1. എങ്കിലും അവിടെ ഇതുപോലെ ഇന്നത്തെ പോലത്തെ ആളുകൾ ആരുമില്ല സഹായിക്കാനായിട്ട്. എങ്കിലും മുണ്ടും മുറുക്കി കൊടുത്ത് ഞാൻ 9 മാസം അവിടെ താമസിച്ച് എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടാണ് ഞാൻ പോരുന്നത്. പക്ഷേ പിന്നീട് ഈ 1.5 മാസം ദൈവം ഓരോ വഴി ഒഴുക്കി തന്നു, കാണിച്ചു തന്നു. ഇവിടെ മുള്ളോട്ടിൽ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു. പോരുന്ന വഴിക്ക് ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു. കൂടുതൽ താമസിക്കാനൊക്കെ ഒരാഴ്ച താമസിച്ച് കഴിഞ്ഞ് ഞാൻ CMSകാർക്ക് എഴുതി ഇങ്ങനെ ഒരു പ്രതിസന്ധിയാണ് എനിക്ക്. അപ്പം അവിടെ അവർ പ്രധാനപ്പെട്ട ഒരു കത്തീഡ്രലിൽ 4 ആഴ്ചത്തേക്ക് ഒരു ഇൻറ്റേണായിട്ട് വർക്ക് ചെയ്യാനായിട്ട് അനുവാദം തന്നു. അങ്ങനെ ഞാൻ സാമ്പത്തിക പ്രശ്നം പരിഹരിച്ചു. ഞാനിങ്ങോട്ടുള്ള മടക്ക ടിക്കറ്റിൽ അവർക്ക് ഇംഗ്ലണ്ടിലൊരു ബ്രേക്ക് തന്നു, ബ്രിട്ടീഷ് എയർവേസ്. ഇംഗ്ലണ്ടിലെ പഠനം വളരെ വളരെ ധന്യമായിരുന്നു. അപ്പോൾ അവിടെ ഹോസ്പിറ്റലായിരുന്നപ്പോൾ പല ആളുകളുമായിട്ട് പരിചയപ്പെടുവാൻ കഴിഞ്ഞു. അങ്ങനെയുള്ള കൂട്ടത്തിൽ ഇംഗ്ലണ്ടിലെ രാജ്ഞിയുടെ ചാപ്ലിനായിരിക്കുന്ന കെന്നത്ത് ക്രേഗ് എന്ന് പറയുന്ന വലിയൊരു ഇസ്ലാമിക പണ്ഡിതനുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടാൻ വേണ്ടിയായപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തിനാ ഒരു വർഷത്തിൻ്റെ മധ്യത്തിൽ നാട്ടിലോട്ട് പോകുന്നത്, സെൻറ്റ് അഗസ്റ്റിൻസ് കോളേജിലൂടെ പഠിച്ചേച്ച് പോയാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനിനി എൻ്റെ സഭാ നേതൃത്വത്തോട് എഴുതുകയില്ല, എക്സ്റ്റൻഷൻ വേണം. ദിസ് വാസ് മൈ എക്സ്പീരിയൻസ്. ഞാൻ എഴുതുകയില്ല. അദ്ദേഹം പറഞ്ഞ മേൽവികാസി കൊണ്ട് ഞാൻ എഴുതാമെന്ന് പറഞ്ഞു. അദ്ദേഹം എഴുതി എനിക്ക് 6 മാസം കൂടെ അവിടെ താമസിക്കാനായാലും അനുവാദം. പക്ഷെ ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് ഡിഗ്രി അവിടെ നിന്നില്ല. ഇറ്റ് ഈസ് എ ഡിസയർ ഓഫ് ദ നാച്ചുറൽ മാൻ ടു അക്വയർ മോർ ഡിഗ്രീസ്, നോട്ട് ദാറ്റ് ദ സ്പിരിച്വൽ മാൻ. അപ്പോൾ അതിൽ ഈ സഭ എന്നെ സ്പിരിച്വൽ മാനായിട്ട് വേണമെന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് ഞാൻ അവിടെ താമസിച്ചപ്പോൾ കുറച്ചുകൂടെ ആളുകളുമായിട്ട് ഇടപെടുവാനായിട്ടില്ല. ഒരു ദിവസം ഞാൻ ഈ ചാപ്ലിനുമായിട്ട് കൂടെ കാൻറ്റർബറി കത്തീഡ്രലിൽ ആരാധനയ്ക്ക് പോയി. അത് കഴിഞ്ഞപ്പോൾ ആർച്ച് ബിഷപ്പ് റാംസെ എന്ന് പറയുന്ന ആ പ്രഗത്ഭനായ ആർച്ച് ബിഷപ്പിൻ്റെ കാലഘട്ടമാണ്. അദ്ദേഹം സർവീസ് കഴിഞ്ഞപ്പോൾ പരിചയപ്പെട്ടു. കാൻറ്റർബറി കത്തീഡ്രലെല്ലാം കൊണ്ട് നടന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും കലറുകളും ഒക്കെ എന്നെ കാണിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, ഉച്ചയ്ക്ക് അദ്ദേഹത്തിനോട് ലജ്ജനിയെല്ലാം പറഞ്ഞു. ഞാൻ ചെന്നപ്പോൾ ഒരു പെങ്കൊച്ചും ഒരു കൊച്ചനും സായിപ്പ് കൊച്ചനും കൂടെ ലജ്ജിലുണ്ട്. ഞാനും ആർച്ച് ബിഷപ്പും ചാപ്ലിനും ആ പിള്ളേർ 2 പേരും കൂടെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. പോരാൻ തുടങ്ങിയ ആർച്ച് ബിഷപ്പ് പരിചയപ്പെടുത്തിയല്ലേ ഇംഗ്ലണ്ടിലെ ക്രൗൺ പ്രിൻസ് ചാൾസും രാജകുമാരി ഡയാന അല്ല, അന്ന് പുള്ളി കല്യാണം കഴിച്ചിട്ടില്ല, പ്രിൻസസ് ആനുമായിരുന്നു. അതുകൊണ്ട് ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം വലിയ ഒരു ഭക്ഷണ മേശയിൽ ഒരു സ്ഥാനം എനിക്ക് തന്നു. അത് ഞാൻ ദൈവകൃപയിൽ ദൈവത്തിൽ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. അപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ ആദ്യം പട്ടവേറ്റ കാലത്ത് പമ്പമാലിയിൽ പോയി അവരുടെ കുടിലിൽ താമസിച്ച കാലഘട്ടം, ആ കുടുംബത്തോടുകൂടെ ചേർന്ന് താമസിച്ച കാലഘട്ടം. വാസ്തവം പറഞ്ഞാൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന സന്തോഷം ഞങ്ങളുടെ പഠനകാലത്ത് എനിക്കില്ലായിരുന്നു.
അത് ഞാൻ പ്രത്യേകിച്ച് ഓർക്കുന്നു. പിന്നീട് ഒരിക്കൽ അച്ഛനായിട്ട് മഹാരാഷ്ട്രയിലെ ഒരു ആദിവാസി കോളനിയിൽ ചെന്നപ്പോൾ അവർക്ക് കുടിക്കാൻ തരാനൊന്നുമില്ല. അവിടുത്തെ ഗ്രാമത്തിന് തലവ് പറഞ്ഞു, ഒരാടിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അവിടെ ഒരു സ്ത്രീ ആടിനെ പിഴിഞ്ഞ് അവരുടെ ഒരു കോപ്പയ്ക്കകത്ത് ആ തിളപ്പിച്ച് വിട്ടുപോലും ഇല്ലാതെ പാല് തന്നു കുടിക്കാതിരിക്കാനും ഒക്കെ കുടിച്ചു. അത് വളരെ മധുരമായിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. ജീവിതത്തിൽ പലതും കഴിച്ചു. പക്ഷെ മടങ്ങി തിരിച്ചിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ദൈവം ഒരുക്കിയിരിക്കുന്നതിനെ ആർക്കും തടയാനൊക്കെയില്ല. എനിക്ക് 3 ഡോക്ടറേറ്റ് ഉണ്ട്. അമേരിക്കയിലെ കോളേജിൽ നിന്നുണ്ട്, സെറാംപൂരിലെ കോളേജിൽ നിന്നൊരു ഡോക്ടറുണ്ട്, അലഹാബാദിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നുണ്ട്. ദൈവം ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ കൊടുക്കും. അതിനെ ആർക്കും തടയാനൊക്കെയല്ല. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, ഞാനന്ന് മറുതരിച്ച് നമ്മുടെ ചില അച്ഛന്മാർ ചെയ്ത പോലെ മറുതരിച്ച് അവിടെ നിന്ന് ആ സ്കോളർഷിപ്പിന് പോയതായിരുന്നേൽ ഈ സൗഭാഗ്യങ്ങളൊന്നും ദൈവസന്നിധിയിൽ നിന്ന് കിട്ടുകയില്ല. 3 പ്രാവശ്യം ആ കാലഘട്ടത്തിൽ, 2 പ്രാവശ്യം ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ തന്നെ ചായ സൽക്കാരത്തിന് പ്രത്യേകം ക്ഷണം കിട്ടി പോകാനിടയായി. അതുപോലെ അമേരിക്കയിൽ ആയിരുന്നപ്പോൾ ഒരു കാലഘട്ടത്തിൽ യുണൈറ്റഡ് നേഷൻസിൽ കോഫി അണ്ണാൻ ജനറൽ സെക്രട്ടറി എന്നെ ക്ഷണിച്ചു. പിറ്റേ ദിവസം അവിടെയുള്ള ഒരു സർവ്വമത സമ്മേളനത്തിൽ പ്രസംഗിക്കണമെന്ന്. ഈ രാഷ്ട്രത്തലവന്മാർ നിന്ന് പ്രസംഗിക്കുന്ന ആ രാഷ്ട്രത്തിൽ നിന്നുകൊണ്ട് 10 മിനിറ്റ് സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടി. ഇന്ത്യയിൽ നിന്ന് പോയ ഒരു ബിഷപ്പുമാർക്കും അവിടെ ഈ സ്ഥാനം കിട്ടിയിട്ടില്ല. അങ്ങനെ എന്നാലും അതിനുള്ളൊരവസരം എനിക്ക് ലഭിച്ചു. പക്ഷേ അന്ന് താമസിക്കാനുള്ള ഇടം അവരൊരുക്കിയിരുന്നു. $2500 ഒരു രാത്രി ആ ഹോട്ടലിൽ താമസിക്കുന്നതിൻ്റെ ചിലവ്. പ്രഭാത ഭക്ഷണം മാത്രം തരുമ്പോഴത്തേ ഉള്ളൂ, അല്ല അത്താഴം തരത്തില്ല. അവിടെ താമസിച്ചു, അവിടെയും താമസിച്ചു. പമ്പാവാലിയിൽ മുളയില കൊണ്ട് മേഞ്ഞതായ കുടിലും താമസിച്ചിട്ടുണ്ട്. എല്ലാം സംതൃപ്തമായ അനുഭവങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ തന്നെ മീറ്റിങ്ങിൽ ഞാൻ മോഡിയെ ക്ഷണിച്ചിട്ടില്ലായിരുന്നു. പക്ഷെങ്കിൽ മിസോറാം ഗവർണറാണ് ഈ പരിപാടിയെല്ലാം ഉണ്ടാക്കി ഒരാഴ്ചക്ക് മുമ്പ് അറിയിച്ചത്. ഇങ്ങനെയൊരു പരിപാടി മോഡി വരുന്നുണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അറിയിപ്പ് കിട്ടിയപ്പോഴാണ്, 2 ദിവസമേ കിട്ടിയുള്ളൂ. ആരെയൊക്കെ വിളിക്കണമെന്ന് ക്ഷണിച്ച് ഞാൻ പറഞ്ഞ സഭാ കൗൺസിലൊക്കെ വിളിക്കാം, പിന്നെ സഭയുടെ സ്ഥാപനം ഒക്കെ ഔദ്യോഗിക ഭാരവാഹികളെ വിളിക്കാം. അങ്ങനെ ഇതുപോലൊരു മീറ്റിംഗ് നടത്താമെന്ന് പറഞ്ഞു. ഇന്ന് അത് ഇങ്ങനെ ഒരു ആദരവ് ഇന്ത്യൻ പ്രധാനമന്ത്രിയിൽ നിന്നും കേരള മുഖ്യമന്ത്രിയിൽ നിന്നും മിസോറാം ഗവർണറിൽ നിന്നും ഇന്ന് കേരള ഗവർണറിങ്ങോട്ട് പോരുന്നതിന് മുമ്പ് എന്നെ ഇന്നലെ വിളിച്ചിട്ട് കിട്ടിയില്ല, ആശംസകൾ അറിയിക്കാനായിട്ട്. ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചുമില്ല, അറിയിച്ചിട്ടുമില്ലായിരുന്നു. ദൈവം തരുന്ന അവസരങ്ങൾ, ആ കൂട്ടത്തിൽ മാരാവുന്ന വികാരി എന്നെ ഒന്ന് ക്ഷണിച്ച് എനിക്കതിയായ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഓർക്കുന്നു. നാളെ രാവിലത്തെ പ്രാർത്ഥനയുടെ സമയത്ത് ഓർക്കും. ഞാൻ ഈ പള്ളിയിൽ മുട്ടുകുത്തി 5 പേരോട് 4 പേരോട് ചേർന്ന് ഒരുമിച്ച് സഭയുടെ മുഖമേറ്റു. അത് ഇന്നും സംതൃപ്തമാണ്, എന്നും സംതൃപ്തമായിരിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ, ദീർഘിപ്പിക്കുന്നില്ല. എബ്രഹാം മൽപ്പാനച്ചൻ ഞാൻ പിന്തിരിച്ച് നോക്കുമ്പോൾ 49ാമത്തെ വയസ്സിലാണ് മരണപ്പെട്ടത്. അദ്ദേഹം ഈ മധുബഹായിക്കകത്തുള്ള ഭാഗത്താണ് അടക്കം ചെയ്തിരിക്കുന്നത്, അല്ലാതെ അവിടെ അല്ല. അദ്ദേഹത്തിൻ്റെ അസ്ഥികൾ പോലും ഇതിനകത്താണ്, അവിടെയല്ല.
അത് ഇന്നത്തെ തലമുറയെ ഓർക്കാൻ പറയുന്നതേ ഉള്ളൂ. അത് അവിടോട്ട് മാറ്റി സ്ഥാപിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് പിന്നീട് ഞാൻ പറയാം. ആദ്യത്തെ തിരുമേനി മാത്യൂസ് താനാസ്യൂസ് തിരുമേനി ഇവിടെ ഈ അത്യധിക്കുന്ന സ്ഥലത്താണ് അടക്കം ചെയ്തിരുന്നത്. കല്ലറ എവിടെയുണ്ട്, മണ്ണിട്ട് മൂടിയിരിക്കുകയാണ്. അതിന് തൊട്ടടുത്താണ് തോമസ് താനാസ്യൂസ് തിരുമേനിയും കല്ലറ. മാത്യൂസ് താനാസ്യൂസ് തിരുമേനി 60-ാം വയസ്സിലാണ് കാലം ചെയ്തത്. തോമസ് താനാസ്യൂസ് തിരുമേനി 57-ാം വയസ്സിലാണ് കാലം ചെയ്തത്. അത് കഴിഞ്ഞേച്ച് തീത്തൂസ് ഒന്നാമൻ തിരുമേനി ഈ പള്ളിയുടെ ആ പാലം വെച്ചിരിക്കുന്ന സ്ഥലത്തൊരു മുറിത്തട്ടുണ്ടായിരുന്നു. ആ മുറിത്തട്ടിലാണ് വസിച്ചിരുന്നത്. ഈ പള്ളി, പഴയ പള്ളി എന്ന് പറയുന്നത് ഇവിടെ അകത്ത് നോക്കുമ്പോൾ കാണാം അകത്തോട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇത് എക്സ്റ്റെൻഡ് ചെയ്തതാണ് 2 സൈഡിലോട്ട്. ഇത് പള്ളി ഇടിഞ്ഞു വീണതായുള്ള സമയത്ത് തിരുമേനിയെ സുരക്ഷിതനായി ആ മുഖവാരം ഇടിയാതെ അവിടെ നിന്നു. ആ മുറിത്തട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഇറങ്ങി താമസിച്ചത് ഇവിടുന്ന് താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു ചെറിയ കെട്ടിടം, അതിപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ആ ചാവടിയിലാണ് താമസിച്ചത്. കുറച്ച് ദിവസം താമസിച്ചതിന് ശേഷം തിരുവല്ലായിലോട്ട് പോയി. തിരുവല്ലായിൽ ചെന്നു എസ്സിസംലാരുടെ കെട്ടിടത്തിനോട് ചേർന്നുള്ള ഒരു ചരിപ്പിലാണ് തിരുവേനി അവിടെ താമസിച്ചത്. അവിടെ പൂലാത്തിനൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന എതിർ സത്യവിശ്വാസികൾ തിരുവേനി ആ ചരിപ്പിൽ കിടന്നുറങ്ങുമ്പോൾ ആ ചരിപ്പിന് തീ വെച്ചു. തിരുവേനി നല്ല ആരോഗ്യമുണ്ടായിരുന്ന ഒരാളല്ല. മതിലെങ്കിലെ ഒരാൾ, ഇപ്പം നമ്മുടെ പ്രസ് ഇരിക്കുന്ന ഭാഗത്ത് ഉള്ള നടുവുള്ള ഒരു വീട്, മതിലെങ്കിലെ ഒരാൾ രാത്രി പ്രകൃതിയുടെ വിളിക്കാൻ, അന്നത്തെ കാലത്തൊന്നും ടോയ്ലറ്റ്സ് മുറിക്കകത്തില്ല, മുറ്റത്തിറങ്ങുക പതിവ്. മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ ചരിപ്പിന് തീ കത്തുന്നത് കണ്ടു. അദ്ദേഹം ഓടി വന്ന് തിരുവേനിയെ കയ്യിലെടുത്ത് കട്ടിലയിലെടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്ന് രക്ഷിക്കുക ചെയ്തത്. അതിനുശേഷമാണ് മാർത്തോമാ സഭ പിന്നെ പുലാത്തിയിലൊക്കെ പണിത്. തീത്തൂസ് ഒന്നാമൻ തിരുവേനിയാണത് പണിത്. പിന്നീട് തിരുവേനിയുടെ ഓർമ്മയ്ക്കായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ കൂടെയൊക്കെയാണ് സഭ കടന്നു പോയതെന്ന് ഓർക്കണം. അല്ലാതെ ഇപ്പോഴത്തെ പോലെയുള്ള സൗകര്യങ്ങളൊന്നും എല്ലാം ഉണ്ടായിരുന്നില്ല. അവരൊക്കെ കടന്നു പോയത് ആളുകൾ. തിരുവേനി 68-ാം വയസ്സിലാണ് കാലം ചെയ്തത്. തിരുവല്ലായിൽ വെച്ച് ആദ്യമായിട്ട് തിരുവല്ല സെമിനാരി കോമ്പൗണ്ടിൽ തന്നെ അദ്ദേഹം 78-ാം വയസ്സിലാണ് തീത്തൂസ് തിരുവേനി കാലം ചെയ്തത്. എനിക്ക് 90-ാം വയസ്സ് വരെയും ദൈവം ആയുസ് തന്നു. ദൈവകൃപയെ ഞാൻ ഓർക്കുന്നു. അനേകരുടെ പ്രാർത്ഥനയുടെ 80-ാം വയസ്സായപ്പോൾ വരെയും ഞാൻ ഒരു ആശുപത്രി പോലും ഒരു മരുന്നിന് പോലും പോയിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തി എഴുന്നേൽക്കുമ്പോൾ കാല് മടങ്ങിപ്പോകുന്ന ഒരു അസുഖമാണ് ഉണ്ടായത്. മറ്റ് അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ അത് ആദ്യം ചികിത്സയ്ക്ക് അതൊക്കെ മാറി. 1 വർഷത്തിനകം അത് മാറി. പിന്നെ ഇതുവരെ മുട്ടുകുത്തി വെച്ച് എഴുന്നേറ്റാലും പുറകിലോട്ട് ഇരുന്നു പോകുകയില്ല. എങ്കിലും പ്രായമായതുകൊണ്ട് അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഡോക്ടർമാർ പറഞ്ഞുകൊണ്ട് ഞാൻ മുട്ടുകുത്തുന്നില്ല ഇപ്പോഴും എന്നുള്ളത്. എങ്കിലും ഇന്ന് വരെയും ദൈവം കാത്തു പരിപാലിച്ചു. ഇന്ന് രാവിലെ ഞാൻ ഷുഗർ നോക്കി. ഷുഗറിൻ്റെ ഒരു അസുഖം കൊണ്ടാണ് ആ പ്രയാസം വന്നത്. ഇന്നും ഞാൻ രാവിലെ ഷുഗർ നോക്കി 84 ഫാസ്റ്റിംഗ്. നിങ്ങൾക്കൊക്കെയും ഫാസ്റ്റിംഗ് അതിനേക്കാൾ കൂടുതലുണ്ടെന്ന് എനിക്ക് നല്ലപോലെ നിശ്ചയമുണ്ട്. ദൈവം കാത്തു പരിപാലിക്കുന്നു.
ബലപ്പെടുത്തും. ഇന്ന് രാവിലെയും 2 മണിക്കൂർ കുർബാനയ്ക്ക് നിന്നു. കുർബാന ശുശ്രൂഷ നടത്തിയതിന് ശേഷം ഇന്ന് ഇവിടെ വരുവാനായിട്ടിടയായി. അതിലും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോഴത്തെ ദൈവം ഇങ്ങനെ ഒരു പ്രതിസന്ധി വരുത്തിക്കഴിഞ്ഞാൽ വലിയ അവസരത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ ഈ പള്ളിയിൽ വന്ന് കുർബാനയ്ക്ക് വന്നാൽ കൂടിപ്പോയാൽ 500 പേര് പള്ളി പരിസരം എല്ലാം കൂടെ കാണും. ഇന്ന് ഞാൻ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ആ കുർബാനയെ സംബന്ധിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയിലും അമേരിക്കയിലും കാനഡയിലും ന്യൂസിലൻഡിലും സിംഗപ്പൂരിലും മലേഷ്യയിലും ഗൾഫിലും അമേരിക്കൻ ഐക്യനാടുകളിലെ എല്ലാ ഇടവുകളിലും ആ സമയത്ത് ഇവിടുത്തെ നമ്മുടെ സമയത്തിനനുസരിച്ച് അവരുടെ സമയം കണക്കാക്കി അവരാരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നത്തെ കുർബാനയ്ക്ക് തന്നെ 40,000 കുടുംബങ്ങൾ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് അതിൽ അറ്റൻഡ് ചെയ്തതാണ് ഈ സിസ്റ്റം നമ്മൾക്ക് തരുന്നത്. എന്നാലത് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 1.5 ലക്ഷം 2 ലക്ഷം യൂണിറ്റ്സ് ആവും. ഒരു യൂണിറ്റിൽ 4 പേരെ വീതം കണക്കാക്കുക. എനിക്ക് മാരാവൺ കൺവെൻഷൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് കുർബാന ചൊല്ലിയാൽ പോലും എന്നെ കാണാനായിട്ട് സാധിക്കുകയില്ല നിങ്ങൾക്ക്. എന്നാൽ നിങ്ങളുടെ മുമ്പിൽ ഇത്രയും ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനും എനിക്ക് നിങ്ങളെ കാണാനൊക്കെയില്ല, നിങ്ങൾക്ക് എന്നെ കാണാനായിട്ട് കഴിയും. ആ വിധത്തിലുള്ള വലിയ സാധ്യതയാണ് ഒരുക്കി തന്നത്. ഇന്നലത്തെ പ്രോഗ്രാം തന്നെ മോദിയുടെ ഒരു ഇതിനകത്ത് വന്നിരിക്കുന്ന ട്വിറ്ററിൽ പറഞ്ഞിരിക്കുന്ന 3 ലക്ഷം യൂണിറ്റ്സ് ലോകം മുഴുവൻ അത് കണ്ടു എന്നാണ്. 3 ലക്ഷം യൂണിറ്റ്സ് കണ്ടെന്ന് പറയുമ്പോൾ എത്ര ലക്ഷം ആളുകൾ കണ്ടിരിക്കും. അതിനുള്ളൊരു അവസരം ദൈവം നമുക്ക് നൽകി. അതുകൊണ്ട് നമുക്ക് വരുന്ന പരിമിതികൾ അവസരങ്ങളുടെ വാതിലുകൾ തുറന്നു തരുന്നു. ആ വാതിലിലൂടെ നടക്കുവാൻ ധൈര്യപ്പെടുക, അതാണ് നമുക്ക് വേണ്ടിയത്. രണ്ടാമത്, ഇതിൻ്റെ ആവശ്യമില്ല. ഇത് നമുക്ക് രോഗം വരാതിരിക്കാൻ വേണ്ടിയല്ല. ഇതിങ്ങനെ മോഡറെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് രോഗം വരാതിരിക്കാൻ വേണ്ടി നമ്മളിത് ധരിക്കണമെന്നുള്ളതാണ് നാം ഓർക്കേണ്ടത്. അതുകൊണ്ട് ഇതിട്ടുകൊണ്ട് നടക്കുമ്പോൾ എനിക്ക് രോഗം വരാതിരിക്കാനായിട്ടല്ല ഞാനിത് ഇട്ടിരിക്കുന്നതെന്നല്ല ചിന്തിക്കേണ്ടത്, മറ്റുള്ളവർക്ക് രോഗം വരാതിരിക്കാനായിട്ടാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ഹി വാസ് എ മാൻ ഹു ലിവ്ഡ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചവനാണ്. നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ അർപ്പിക്കുവാൻ തക്കവണ്ണം നമുക്കൊരു മുഖാഭരണം നൽകി തന്നെ നമ്മെ ദൈവം ഓർമ്മിപ്പിക്കുന്നതാണ് ഈ കോവിഡിൻ്റെ കാലാവധി എന്ന് പ്രത്യേകിച്ച് ഓർക്കണം. എന്നാൽ ഈ കോവിഡ് മാറണമെന്ന് വരികയിൽ ഒരേ ഒരു മാർഗം ശലോമോനോട് ദൈവാത്മാവ് പറഞ്ഞ വാക്ക് ആവർത്തന പുസ്തകത്തിലെ മനുഷ്യനോട് പറയുന്നത്, മനുഷ്യ, നിന്റെ അകൃത്യങ്ങൾ നിമിത്തം ഞാൻ വെട്ടുക്കിളികളെയും വസന്തയെയും അയക്കും. എന്നാൽ അത് നീങ്ങിപ്പോകണമെന്ന് പറയും. നിന്റെ അകൃത്യങ്ങൾ നീ വിട്ട് അനുതപിച്ചാൽ നിന്റെ പാപങ്ങൾ ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തും. ആവർത്തന പുസ്തകത്തിലെ ഒരു വാക്യമാണ്. ആ ദൈവത്തിൻ്റെ വാക്കുകളാണ് ഇന്ന് നാം അനുസ്മരിക്കേണ്ടത്. ഇന്ന് വടക്കേ ഇന്ത്യയിൽ ഈ പറഞ്ഞതെല്ലാം ഉണ്ട്. വെട്ടുക്കിളിയുമുണ്ട്, വസന്തയുമുണ്ട്. പക്ഷെങ്കിലും ഇന്ന് മനുഷ്യത്വമുണ്ടോ? നമ്മുടെ നാട്ടിൽ മനുഷ്യത്വമുണ്ട്. സ്ത്രീകളോടുള്ളതായുള്ള വർത്തനാരീതിയിൽ മനുഷ്യത്വമുണ്ട്. കുഞ്ഞുങ്ങളോടുള്ള വർത്തനാരീതിയിൽ മനുഷ്യത്വമുണ്ട്. പിന്നെ എങ്ങനെ വസന്ത വരാതിരിക്കും, വെട്ടുക്കിളി വരാതിരിക്കും? അതുകൊണ്ട് ദൈവാത്മാവ് പറഞ്ഞതുപോലെ, ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതശൈലിയിൽ മറ്റുള്ളവനെ കരുതുന്നതായുള്ള ആ കരുതലിലേക്ക് നാം വരുമ്പോൾ
വസന്തതയും വെട്ടുക്കിളിയില്ലാതെയാവും. മേഘാപ്രവാചകനിലൂടെ ദൈവം പറഞ്ഞ വാക്കുകൂടെ ഒറ്റ വാക്കുകൂടെ ഓർമ്മിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. മനുഷ്യ, നിനക്ക് നല്ലതെന്തെന്ന് ഞാൻ പറഞ്ഞു തരാം. ദീസ് ആർ ദ വേർഡ്സ്. നിനക്ക് നല്ലതെന്തെന്ന് ഞാൻ പറഞ്ഞു തരാം. നീതി പ്രവർത്തിക്കുക, ദയാതൽപരരായിരിക്കുക, വിനയത്തോടുകൂടെ ദൈവസന്നിധിയിൽ നടക്കുക. ആ ഒരു ദൈവകൃപ നമുക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി നമുക്ക് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ഇടവക എനിക്ക് തന്നതായിട്ടുള്ള എല്ലാ പരിശീലനങ്ങൾക്കും പൈതൃകത്തിനും വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കും. എനിക്ക് വളരെ ആഗ്രഹമായിരുന്നു പഴയ കാലത്ത് പിതാക്കന്മാർ രാത്രിയുടെ ആരാധനയുടെ സമയത്ത് 7 വേഴും 14 ഒന്നും 15 വിളക്കുകൾ അവിടെ കത്തിക്കുന്ന പതിവുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്നുകൊണ്ട് പടിഞ്ഞാറ് ആ കൽക്കുരിശിൽ, ചെറിയ കൽക്കുരിശിൽ ഒരു കുടുംബക്കാരായിരുന്നു അതിൽ തിരി കത്തിക്കൊണ്ടിരുന്നത് ഉയർപ്പ് ദിവസം വെളുപ്പിന്. പിന്നെ അതിനപ്പുറത്തെ വലിയ കൽക്കുരിശുമുണ്ട്. ആ കൽക്കുരിശും ഒന്ന് പെയിൻ്റൊക്കെ ചെയ്ത് ചൂടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാൽ ഏതായാലും റോഡിന് വിധി വരുമ്പോൾ കുരിശിന് കുഴപ്പമില്ല എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷകരമാണ്. നമ്മുടെ പൗരാണികതയും പൈതൃകവും നിലനിർത്താൻ വേണ്ടി അതിൻ്റെ സംരക്ഷണം നമുക്കുണ്ടായിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഈ പള്ളിയുടെ വസ്തു തന്നിരിക്കുന്നത് മാളിക ലെവലിൽ തന്നത് അങ്ങേയറ്റത്തെ ആ റോഡ് വരെയാണ്. പിന്നെ ആ റോഡിൽ കൂടെ വന്ന് ചിത്തറ്റം വരെ നടന്ന് കയറണമല്ലോ എന്ന് വന്നപ്പോൾ ഇടയ്ക്കുണ്ടാക്കിയ ഒരു വഴിയാണിത്. ഈ ഇപ്പോൾ നമ്മൾ വരുത്തിയിട്ട് സർക്കാർ വഴിയല്ല, സർക്കാർ വഴി മറ്റേതാണ്. പക്ഷേ ഇതിപ്പോൾ സർക്കാർ വഴിയായി. അതും നമുക്ക് കൂടുതൽ സൗകര്യം എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് ഓർക്കാം. അതും പ്രത്യേകിച്ച് ദൈവസഭയിൽ ഓർക്കണം. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട്, ഇവിടെ വലിയ ഒരു കല്ലറയായിട്ടായിരുന്നു കണ്ടത്. മധുബഹായിൽ നിന്നുകൊണ്ട് കുർബാന ചൊല്ലുന്നയാൾ വടക്കോട്ട് നോക്കിയാൽ നമ്മുടെ ചില ആളുകൾ ഇവിടെ സ്തോത്രകാഴ്ച എടുത്ത സമയത്ത് അവർക്ക് പ്രകൃതിയുടെ ഒന്നാമത്തെ കോള് വരും. അപ്പോൾ ഇറങ്ങിയാൽ ഇവിടെ മൂത്രപ്പുരയില്ല. ആ കല്ലറയുടെ മറവിൽ നിന്നുകൊണ്ട് മൂത്രമൊഴിക്കുമായിരുന്നു. അത് കണ്ടപ്പോൾ ടൈറ്റസൊക്കെ തിരുവേലി പറഞ്ഞത് കല്ലറയോടുള്ള ഒരു ആരാധനമാണ്. അതുകൊണ്ട് തിരുവേലിയാണ് ഈ കല്ലറ പൊളിച്ച് ഇതിലെ ഭൗതികാവശിഷ്ടങ്ങളെടുത്ത് ആ പുതിയ കല്ലറയെ അവിടെ പണിതതും. അതിൽ 2 പേരുടേത് മാത്രമേ ഉള്ളൂ ഭൗതികാവശിഷ്ടങ്ങൾ. തോമസ് അന്തരീക്ഷ തിരുവേണ്ടി, മാത്യൂസ് തിരുവേണ്ടി. മൽപ്പാനത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളും മാത്തന്തോപ്പ മൽപ്പാൻ്റെ ഭൗതികാവശിഷ്ടങ്ങളും മധുബാഹിക്കകത്ത് തന്നെയാണുള്ളത്. അതും ഈ തലമുറ അറിഞ്ഞിരുന്ന ആ തിരക്കേടില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അവരുടെ 4 പേരുടെയും പേരുകൾ നിലനിർത്താൻ വേണ്ടി തിരുവേലി ചെയ്തതാണ്. അന്നും ചിലർക്കൊക്കെ ഇങ്ങനെ അതങ്ങോട്ട് മാറ്റി വെച്ചതിനെക്കുറിച്ചൊക്കെ മനപ്രയാസം ഉണ്ടായിരുന്നുള്ളതാണ്. എല്ലാ കാലത്തും എന്തെങ്കിലും ചെയ്താൽ മനപ്രയാസം ഉണ്ടാകും. അത് സാരമില്ലാതെ കുറേ കഴിയുമ്പോൾ അങ്ങ് മാറി. അതുകൊണ്ട് നാം പ്രത്യേകിച്ച് ഓർക്കണം, ഈ ഇടവക നൽകി തന്നതായിട്ടുള്ള എല്ലാ സ്നേഹാദരവുകളെയും നിങ്ങളുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ നടക്കുന്നത്, അല്ലെങ്കിൽ നടക്കാനായിട്ടൊക്കെയല്ല. ഞാൻ പ്രത്യേകിച്ച് ഓർക്കട്ടെ, അതിന് ദൈവം നൽകി തന്ന എല്ലാ അവസരങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇടവക കൈസാര സമിതിയോടും വികാരിയച്ചന്മാരോടും ജനങ്ങളോടുമുള്ള എൻ്റെ ആദരവ് ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ